السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയ്യിദു ഷുഹൂരി ഷഹ്റു റമദാൻ, പുണ്യങ്ങളുടെ പൂക്കാലം എന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശുദ്ധ റമദാനിനെ വിശേഷിപ്പിച്ചത്. വിശുദ്ധ റമദാൻ പുണ്യം നിറഞ്ഞ മാസമാണെന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ശഅബാനിലെ അവസാന ദിവസം പ്രഭാഷണം നടത്തി അവിടുന്ന് ഉത്ബോധിപ്പിച്ചു, ജനങ്ങളെ, ബർക്കത്താക്കപ്പെട്ട ഒരു മാസം നിങ്ങൾക്കിതാ തണൽ വിരിക്കാൻ പോകുന്നു. അതാക്കും ഷഹ്റു റമദാൻ ഷഹ്റു മുബാറക്. ഹബീബായി തങ്ങൾ അവിടുന്ന് പറയുന്നു, ബർക്കത്ത് എന്ന അറബി പദത്തിന് നമാ, സിയാദത്ത് അഥവാ വളർച്ച എന്നൊക്കെയാണ് അർത്ഥം കൽപ്പിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട സജ്ജാജ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇത് മുബാറക്കായ ഗ്രന്ഥമാകുന്നു എന്ന ഖുർആനിന്റെ വിശേഷണത്തിൽ അൽ മുബാറക് എന്നതിന് വർദ്ധിച്ച നന്മകൾ ഉൾക്കൊള്ളുന്നതാണ് എന്ന് വിവക്ഷ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈ അർത്ഥം പരിഗണിച്ചാൽ റമദാൻ മാസം എല്ലാ അർത്ഥത്തിലും അതിമഹത്തായ അനുഗ്രഹങ്ങൾ ഉൾക്കൊള്ളുന്നതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? ആ ഹദീസിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറയുന്നു, ആ മാസത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നോമ്പിനെ അള്ളാഹു ഫർളാക്കി. ആ മാസത്തിൽ ആകാശത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു തആല തുറക്കപ്പെടുകയും നരകത്തിൻ്റെ കവാടങ്ങൾ അള്ളാഹു അടക്കപ്പെടുകയും പിശാചിനെ അള്ളാഹു ചങ്ങലക്ക് ബന്ധിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന് കാണാം. അതുകൊണ്ട് തന്നെ പുണ്യങ്ങളുടെ പൂക്കാലമായ മാസങ്ങളുടെ നേതാവാണ് ശുദ്ധമായ റമദാൻ മാസം. ആ റമദാൻ മാസം അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ബർക്കത്തുള്ള മാസമായി അള്ളാഹു നമുക്ക് തെരഞ്ഞെടുത്ത് തന്നിരിക്കുകയാണ്. അതാണ് ശുദ്ധ ഹദീസിൽ നമുക്ക് കാണാം, യാ അയ്യുഹന്നാസ് ഖദ് അളല്ലകും ശഹ്റുൻ അദീമുൻ മുബാറക്. അതിമഹത്തായ നല്ല ഒരു മാസം നിങ്ങൾക്ക് നിഴൽ വിരിച്ചു തന്നിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധ റമദാൻ ഇലാഹി കാരുണ്യത്തിൻ്റെ സുവർണകാലമാണെന്ന് നിരവധി നബിവചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാ വിശ്വാസികളും വിശുദ്ധമായ ഈ മാസത്തെ ആത്മസംസ്കരണത്തിൻ്റെ മാസമായി നാം ഉൾക്കൊണ്ട് ധാരാളം സുഹൃതങ്ങൾ അള്ളാഹു നമുക്ക് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവൻ്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസത്തിൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനൻ നാർ. അള്ളാഹുവിനോട് നമ്മൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുക. ആ പ്രാർത്ഥന റമദാനിൽ പ്രത്യേകമുള്ള പ്രാർത്ഥനയാണിത്. ആ പ്രാർത്ഥന ധാരാളം അധികരിപ്പിച്ച് ആ പ്രാർത്ഥന ഒരു സത്യവിശ്വാസി നടത്തുമ്പോൾ ഷഹാദത്തിനെ നാം വീണ്ടും വീണ്ടും തൗഹീദ് അചഞ്ചലമാണെന്ന് നാം ഉറപ്പുവരുത്തുന്നു. അള്ളാഹുവിനോട് എല്ലാ സമയത്തും പാപമോചനം തേടുന്നു. സ്വർഗത്തിനെ ചോദിക്കലുണ്ട്, നരകത്തിൽ നിന്ന് കാവൽ തേടലുമുണ്ട്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന വളരെ നല്ല രൂപത്തിലുള്ള ഈ പ്രാർത്ഥന നമ്മൾ അധികരിപ്പിക്കണം. അതുപോലെ അല്ലാഹുമ്മ ർഹംനി യാ അർഹമർ റഹീമീൻ, അള്ളാഹുവിനോട് റഹ്മത്തിനെ ചോദിക്കുന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനകൾ ധാരാളം നമ്മൾ അധികരിപ്പിക്കുക. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.